Hi all, welcome to AECS online class. അപ്പോൾ എല്ലാവരും 10 to 20 വരെ എല്ലാവരും സ്പെല്ലിംഗ് പഠിച്ചോ? കുറച്ച് പേരൊക്കെ മിസ്സിന് വോയിസ് അയച്ചിട്ടുണ്ട്. ഇനിയുണ്ട് വോയിസ് അയക്കാനുള്ള നമ്മുടെ കുട്ടികൾ ഇനിയുണ്ട് കേട്ടോ. എല്ലാവരും പഠിക്കുക, പഠിച്ചിട്ട് മിസ്സിന് വോയിസ് അയക്കണം കേട്ടോ. കാണാന്ന് പറയുന്ന വോയിസ് വേണം അയക്കാൻ. ഇനി നമുക്ക് ബാക്കി പഠിക്കാം. പേജ് നമ്പർ 71 എടുത്തേ. 71. കൗണ്ടിങ് ഫ്രം 10 to 20. നമുക്ക് കൗണ്ട് ചെയ്യാം കേട്ടോ. ഇനി 10 മുതൽ 20 വരെയുള്ളത് നമുക്ക് കൗണ്ട് ചെയ്യാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നോക്കി ആദ്യത്തെ ബോക്സ് നോക്കി, അതിൽ എന്തൊക്കെ ഫിഗേഴ്സ് ഉണ്ട്? കുറച്ച് മാച്ച് സ്റ്റിക്സ് ഉണ്ട് അല്ലേ, കുറച്ച് തീപ്പെട്ടി കമ്പുകൾ ഉണ്ട് അല്ലേ. എത്ര എണ്ണം ഉണ്ട് നോക്കിക്കേ. ആദ്യത്തെ ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 അല്ലേ, 9 എണ്ണം ഉണ്ട്. അതിന്റെ കൂട്ടത്തില് ദേ ഒന്നുകൂടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക, കണ്ടില്ലേ? 9 + 1 = എന്താണ്? 10 ആണ് അല്ലേ. 9ന്റെ കൂടെ ഒന്നുകൂടെ കൊണ്ടുവച്ചപ്പോൾ ടോട്ടൽ എത്രയായി? ഇവിടെ 9 ഉണ്ട്, ഇവിടെ ഒന്നുകൂടെ വെച്ചു, അപ്പൊ 10 ആയല്ലേ. 10 എന്ന് എഴുതിയിരിക്കുക. ഇനി അടുത്ത തൊട്ട് നമ്മൾ തന്നെ ചെയ്യണേ. ഈ 10 എണ്ണമുള്ള ആ ഒരു കെട്ടെടുത്ത് ഇവിടെ വെച്ച്, അടുത്ത ബോക്സ് നോക്കി, ഈ 10 എണ്ണമുള്ള ആ ഒരു കെട്ടെടുത്ത് താഴെ വെച്ചു. അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ കൊടുക്കുക, ഒന്നുകൂടെ ആഡ് ചെയ്തു. 10 + 1 എന്താണ്? അഡീഷൻ എല്ലാവരും പഠിച്ചതാ. 10 + 1 11. ഇവിടെ എന്താണ്? 10ന്റെ കൂടെ ഒന്നുകൂടെ വെച്ചപ്പോൾ 11 ആയി. എഴുതിക്കുക അവിടെ 11. 1 1 11. ഇനിയോ അടുത്ത ബോക്സ് നോക്കിക്കേ. 10 + എത്ര ആഡ് ചെയ്യണം? 2. 10 + 2 എന്താണ്? 12. അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി 10 + 3 ആഡ് ചെയ്യുക. 10ന്റെ കൂടെ 3 ആഡ് ചെയ്യുക. 10 + 3 എത്രയാണ്? 13. ഇനിയോ 10 + 4 എന്താണ്? 10 + 4 എത്രയാ? 10 + 4 14. അവിടെ എഴുതിയിട്ടുണ്ടല്ലേ. ഇനി അപ്പൊ എന്താ 10 + 4 14 ആണെങ്കിൽ 4 പടം വരച്ചു കൊടുക്കുവോ? വരച്ചു കൊടുക്കണം കേട്ടോ. ഈ 4 കമ്പുകൾ, 4 നമ്മുടെ ഈ മാച്ച് സ്റ്റിക്സ്, നമ്മുടെ തീപ്പെട്ടി കമ്പിന്റെ പടം ജസ്റ്റ് 4 എണ്ണം വരച്ചു കൊടുക്കണം കേട്ടോ. 10 + 4 14. ഇവിടെ ആ 4ന്റെ അവിടെ അവരുടെ പടം വരച്ചിട്ടില്ല, അപ്പൊ നിങ്ങൾ വരച്ചു തീർക്കണം കേട്ടോ. ഇനി അടുത്ത പേജില് 10 + 5 = 15 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. 10 + 5 15. 10ന്റെ കൂടെ 5 എണ്ണം കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 15 അല്ലേ. ഇനി 10 + 6 10 കഴിഞ്ഞാൽ 11 12 13 14 15 16. 10ന്റെ കൂടെ 6 കൂടെ ചേർത്തപ്പോൾ 16 ആയല്ലേ. അവിടെ എഴുതിക്കേ 16. ഇനിയോ 10 + 7 = 17 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ 7ന്റെ അവിടെ നമ്മൾ വരച്ചു കൊടുക്കണ്ടേ. 7 മാച്ച് സ്റ്റിക്കിന്റെ പടം അവിടെ വരച്ചു കൊടുക്കണം കേട്ടോ. ഇനി 10 + 8 = എത്രയാണ്? 10 കഴിഞ്ഞാൽ 11 12 13 14 15 16 17 18. 10 + 8 എത്രയാണ്? 18. അവിടെ എഴുതിക്കേ 10 + 8 18. ഇനി 10 + 9 എന്താവും? 90. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ 19 കിട്ടും. 90 എന്ന് എഴുതണം. അവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഇനി 10 + 10 എന്താണ്? 10ന്റെ കൂടെ ഒരു 10 കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 10 + 10 എന്താണ്? 20. എന്താണ്? 10 + 10 20. നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? 10 + 1 = 11. എന്താ? 10 ഇങ്ങനെ താഴത്തോട്ട് എഴുതാൻ പഠിച്ചല്ലേ. 0യുടെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ 1 എന്ന് കിട്ടി. ഇവിടെ 1ന് താഴെ ആഡ് ചെയ്യാൻ ഒന്നുമില്ല, അപ്പൊ ആ 1 ഈ 1 ഞാൻ താഴത്തോട്ട് അങ്ങ് എടുത്തെഴുതി. ഓക്കെ. ഇനി 10 + 2 എന്നാണെങ്കിലോ 10ന് താഴെ 2 എഴുതി നോക്കി. 0 + 2 എന്താണ്? 2. താഴത്തോട്ട് ആഡ് ചെയ്യാം കേട്ടോ. 0 + 2 എന്താണ്? 2. 1ന്റെ കൂടെ ആഡ് ചെയ്യാൻ 2 ആയിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. സോ 1 താഴത്തോട്ട് എഴുതി. അപ്പൊ 12 എന്ന് കിട്ടി. അപ്പൊ 10 + 3 എന്തായിരിക്കും? 0യുടെ കൂടെ 3 ആഡ് ചെയ്തു. അപ്പൊ എന്താ? 0 + 3 നമുക്കറിയാം 3 ആണ്. ഈ 1 താഴത്തോട്ട് എഴുതി. അപ്പൊ 13 എന്ന് കിട്ടി. അങ്ങനെ 10ന്റെ കൂടെ 4 ആഡ് ചെയ്താൽ 14. 10ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 15. അങ്ങനെ 10ന്റെ കൂടെ ഞാൻ 10 ആഡ് ചെയ്യുവാണേ. 10 + 10 എന്നാണ് മിസ് ചോദിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും?
നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. താഴത്തോട്ടുള്ള നമുക്ക് ഫസ്റ്റ് ആഡ് ചെയ്യാമേ. 0 + 0 എന്താണ്? 0 അല്ലേ? ഇനി ഇവിടെ 1ന്റെ കൂടെ ആഡ് ചെയ്യാൻ മറ്റൊരു നമ്പർ ഉണ്ട് അല്ലേ? മറ്റൊരു 1 ഉണ്ട്. അപ്പൊ 1 + 1 എന്താണ്? 1 + 1 എന്താണ്? 2. ആൻസർ എന്ത് കിട്ടി? 20. ഓക്കെ, 10ന്റെ കൂടെ 10 ആഡ് ചെയ്തപ്പോ നമുക്ക് 20 ആൻസർ കിട്ടി. അപ്പൊ ഇവിടെ എല്ലാവരും എഴുതിക്കേ 20. ഓക്കെ, ഇവിടെ ഓൾറെഡി ഉണ്ട്. മിസ് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന്റെ മെത്തേഡ് ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ. ഇങ്ങനെ നമ്മൾ അഡീഷൻ പഠിച്ചപ്പോ താഴത്തോട്ടൊക്കെ ആഡ് ചെയ്ത് എഴുതാമെന്നാണ് പേജ് നമ്പർ സബ്ട്രാക്ഷൻ നമ്മൾ പേജ് നമ്പർ 64 കണ്ടില്ലേ? താഴത്തോട്ട് എഴുതി സബ്ട്രാക്ട് ചെയ്തേക്കുന്നു. അതുപോലെ തന്നെ അഡീഷൻ ഉണ്ട് പേജ് നമ്പർ 59 കണ്ടില്ലേ? താഴത്തോട്ട് എഴുതി ആഡ് ചെയ്തേക്കാം അല്ലേ? അതുപോലെ മിസ് താഴത്തോട്ട് എഴുതി കാണിച്ചു തന്നേക്കാം കേട്ടോ. 2 ഡിജിറ്റ് നമ്പർ, 2 അക്കം വരുന്ന നമ്പേഴ്സ് താഴത്തോട്ട് ആഡ് ചെയ്താൽ എങ്ങനെയാണ്? താഴത്തോട്ട് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാണെങ്കിൽ എങ്ങനെ എഴുതണം എന്ന് മിസ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. 10 + 10 20 ആണ്. നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് 2 ഡിജിറ്റ് നമ്പേഴ്സിന് അഡീഷൻ ഉണ്ട്, നമുക്കത് പഠിക്കാം. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പേജ് നമ്പർ 72 കഴിഞ്ഞു അല്ലെ? 10 + 10 20 വരെ എഴുതി. ഇനിയോ പേജ് നമ്പർ 73. അവിടെ മേക്ക് എ ഗ്രൂപ്പ് ഓഫ് 10 ആൻഡ് റൈറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിരിക്കുകയാണെ. നമ്മൾ 10ന്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്പേഴ്സ് എഴുതുക. ഓക്കെ, ഫസ്റ്റ് നോക്കിക്കേ, കുറച്ച് ഐസ്ക്രീംസിന്റെ പടമാണ് അല്ലെ? ഐസ്ക്രീം ഉണ്ട്. അതിൽ എത്ര ഐസ്ക്രീം ഉണ്ട്? ടോട്ടൽ ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9 10 11 12 13. മൊത്തം 13 നമ്പേഴ്സ് ഉണ്ട്. താഴത്തെ ആ കുഞ്ഞു ബോക്സിൽ എഴുതിയേക്കുന്ന കണ്ടില്ലേ? 13 1 3 13. എന്നിട്ട് എന്താ? അവര് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ? 10 എണ്ണം ഉള്ള ഒരു ഗ്രൂപ്പ് ആക്കിയതേ ഒരു വട്ടം വരച്ചിട്ടുണ്ട് അല്ലെ? കണ്ടില്ലേ? അപ്പൊ ഗ്രൂപ്പ് അവര് 10 നമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പും ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കൗണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനിപ്പുറത്തൊരു ബോക്സ് കണ്ടോ? 10ന്റെ താഴെ 1ഉം 1ന്റെ താഴെ 3 എഴുതിയേക്കുന്ന കണ്ടില്ലേ? 13 എഴുതിയേക്കുന്ന കണ്ടില്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം 0 to 9 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഒരു നമ്പറേ ഉള്ളു അല്ലെ? 0 1 2 3 4 5 6 7 8 9. ഇതെല്ലാം ഒരൊറ്റ നമ്പറല്ലേ എഴുതുള്ളൂ. പക്ഷെ 10 ആകുമ്പോഴോ 10 എങ്ങനെ എഴുതുന്നത്? 1 0 അല്ലെ? 1ന്റെ കൂടെ 0 ഉണ്ട്. 11 എങ്ങനെ എഴുതും? 1 1. 12 1 2. അപ്പൊ നമുക്കറിയാം ഇതെല്ലാം 2 നമ്പേഴ്സ് ഉണ്ട് അല്ലെ? ഒറ്റ നമ്പേഴ്സ് അല്ല, 2 നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി മിസ് പ്ലേസ് വാല്യൂ പഠിപ്പിക്കുകയാണെ. ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ വലുതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട, ചെറിയായിട്ട് മിസ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോ 2 നമ്പേഴ്സ് അടുപ്പിച്ച് എഴുതും. നമുക്കത് വായിക്കാനും അറിയാം. 10 ആണെന്നറിയാം, 11 ആണെന്നറിയാം, 12 ആണെന്നറിയാം. ഇനി 13 14 15 16 അങ്ങനെ 20 വരെ എഴുതിയാൽ നമുക്ക് വായിക്കാം. നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ 10ന്റെ കേസിൽ പറയുവാണെങ്കിൽ 2 നമ്പേഴ്സ് 1 ഉണ്ട്, 0 ഉണ്ട്. നോക്കി, 0 ഈ അറ്റത്ത് കിടക്കുന്ന ഒരു 0യും ഇപ്പുറത്ത് കിടക്കുന്ന 1ഉം. ഈ 0യെ നമ്മള് ഈ 0 എഴുതിയേക്കുന്ന ആ സ്ഥലത്തെ നമ്മൾ വൺസ് എന്നാ പറയുന്നത്. 0 ഫസ്റ്റ് കണ്ടില്ലേ? ഈ റൈറ്റ് സൈഡില് നമ്മൾ എഴുതുന്നതിന്റെ റൈറ്റ് സൈഡിലുള്ള ആ സ്ഥലം, ആ പ്ലേസിനെ അല്ലെങ്കിൽ ആ ലൊക്കേഷനെ നമ്മൾ വൺസ് എന്ന് പറയും. ഓക്കെ, ആ സ്ഥാനം, ആ വൺസ് എന്ന് പറയുന്ന നമ്പർ എഴുതേണ്ട സ്ഥാനത്താണ് 10ന്റെ 0 കിടക്കുന്നത്. ഇനിയോ രണ്ടാമത് 1 ഇതേ ഈ 1നെയോ 1ന്റെ സ്ഥാനം അല്ലെങ്കിൽ പ്ലേസ് ടെൻസ്. നമുക്കറിയാം ഓരോ സ്ഥലത്തിന് ഓരോ പേരുണ്ട് അല്ലെ? അപ്പൊ ഈ നമ്പേഴ്സ് എഴുതുന്നതിനും ഓരോ പേര് പറയും. ആദ്യം റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പറിനെ വൺസ് എന്ന് പറയും. ഇനി അതിന് തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ലെഫ്റ്റ് സൈഡിലെ നമ്പറിന്റെ പേര് അല്ലെങ്കിൽ ആ സ്ഥലത്തെ ടെൻസ് എന്ന് പറയും. ഇനി 11ലാണെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന 1 ആണ് വൺസ്, ലെഫ്റ്റ് സൈഡിൽ ഈ 1 ആണ് ടെൻസ്. ഇനി 12ന്റെ കേസിലാണെങ്കിലോ 1 ഉണ്ട് 2 ഉണ്ട്. ഈ 2 എഴുതിക്കുന്ന ഈ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് വൺസ്. കണ്ടില്ലേ? വൺസ്. ആദ്യം ഈ റൈറ്റ് സൈഡിൽ എഴുതുന്ന ഈ നമ്പറിനെ, ആ സ്ഥലത്തിനെ, ആ നമ്പറിനെ അല്ല, ആ സ്ഥലത്തിനെ വൺസ് എന്ന് പറയും. ഇപ്പുറത്ത് എഴുതുന്ന ഈ നമ്പറിനെയോ
ആ സ്ഥലത്തെ ആ നമ്പർ എഴുതുന്ന ആ സ്ഥലത്തെ ടെൻസ് എന്ന് പറയും. അതാണ് ഇവിടെ 30 എന്ന് കിടന്നപ്പോ കണ്ടില്ലേ, 3 റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ അല്ലെ, 1 3. ആ 3 എഴുതിയ ആ സ്ഥലത്തെ വൺസ് എന്നാ പറയുന്നത്. കണ്ടില്ലേ, 1 കിടക്കുന്ന ആ സ്ഥലത്തിനെയോ ടെൻസ് എന്ന് പറയും. ഇനി അടുത്തത് കുറച്ച് ലാമ്പിന്റെ ഫോട്ടോസ് ഉണ്ട്. ഇത് എത്ര ഉണ്ട്, ടോട്ടൽ എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. അങ്ങനെ ടോട്ടൽ 11 12 13 14 15 ഉണ്ട്. ഓക്കെ, അപ്പൊ താഴത്തെ കുഞ്ഞു ബോക്സിൽ എഴുതിക്കേ 1 5 15 1 5 15. ഇതില് ഇനി തൊട്ടിപ്പുറത്തെ ബോക്സ് നോക്കി ടെൻസും വൺസും ഫില്ല് ചെയ്ത് കൊടുക്കണം. നമുക്കറിയാം മിസ് പറഞ്ഞ പോലെ 2 നമ്പേഴ്സ് ഉണ്ട്, 1 ഉണ്ട് 5 ഉണ്ട്. ഇതില് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ 5 എഴുതിയ ആ സ്ഥലത്തിനെ വൺസ് എന്ന് പറയും, തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ആ സ്ഥലത്തിനെ ടെൻസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അവിടുത്തെ ടെൻസിന്റെ അവിടെ എന്ത് എഴുതും, 1 എന്ന് എഴുതും. വൺസിന്റെ അവിടെയോ 5 എന്ന് എഴുതും. കൂട്ടി വായിക്കുമ്പോൾ 15 അല്ലേ. ഇനി താഴത്തുള്ളത് ആ ഒണിയന്റെ നമ്പർ തന്നെ നോക്കിക്കേ, ടോട്ടൽ എത്ര ഉണ്ട്. ഇവിടെ ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ലാമ്പിന് അവിടെ ഒരു വട്ടം വരച്ചു കൊടുക്കണേ, 10 എണ്ണം ഉൾക്കൊള്ളുന്ന ഒരു വട്ടം വരച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ഗ്രൂപ്പിംഗ് ഒക്കെ പഠിച്ചതാ, 10 നമ്പേഴ്സ് വരുന്ന പോലെ ഗ്രൂപ്പ് ചെയ്ത് സർക്കിൾ പെൻസിൽ വെച്ച് വരച്ചു കൊടുക്കാനൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചല്ലേ. അതിവിടെ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ഒണിയൻ നോക്കിക്കേ, ഒണിയൻ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്. മിസ് എണ്ണി നോക്കിയായിരുന്നു, 18 ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് കൗണ്ട് ചെയ്യണേ. ടോട്ടൽ 18 ഉണ്ട്. താഴത്തെ ബോക്സിൽ 18 എന്ന് എഴുതണം. ഇനി നമുക്കുള്ള പണി എന്താ, 10 എണ്ണം 10 എണ്ണം വരുന്ന ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, 10 എണ്ണം ഉൾക്കൊള്ളിക്കുന്ന ഒരു വട്ടം ഇതിൽ വരച്ചു കൊടുക്കുക. എന്നിട്ടോ ഇനി അടുത്ത ഈ ബോക്സ് ഫില്ല് ചെയ്യണം. എങ്ങനെ ഫില്ല് ചെയ്യും, 18ല് വൺസിന്റെ താഴെ എന്താ എഴുതേണ്ടത്, 8 ആണ് അല്ലെ. വൺസിന് താഴെ 8 വരും, ടെൻസിന് താഴെ 1 വരും അല്ലെ. എല്ലാവരും എഴുതിക്കേ, 10ന്റെ അവിടെ 1 വരും, വൺസിന്റെ അവിടെ 8 വരും. ഓക്കെ, ഇനി കുറച്ച് പാത്രം താഴത്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് ടോട്ടൽ കൗണ്ട് എടുത്തേ, എത്ര വരും ടോട്ടൽ, 1 2 3 എണ്ണ നോക്കിക്കേ. ടോട്ടൽ 19 വരുന്നുണ്ട്. അപ്പൊ ബോക്സിൽ എഴുതിക്കേ 19. ഇനി 10 എണ്ണം ഉൾക്കൊള്ളിക്കുന്ന ഒരു വട്ടം വരച്ചു കൊടുത്തേ. മേക്ക് എ ഗ്രൂപ്പ് ഓഫ് 10. സോ 10 എണ്ണം വരുന്ന ഒരു വട്ടം വരച്ചു കൊടുത്തേ. അത് കഴിഞ്ഞിട്ട് ഈ ബോക്സ് ഒന്ന് ഫില്ല് ചെയ്തേ. 10ന് താഴെ എന്ത് വരും, 1 വരും. വൺസിന് താഴെയോ 9. വായിക്കുമ്പോൾ 19 എന്ന് വായിക്കും അല്ലെ. ഇനി അടുത്ത പേജ് എടുത്തേ, മേക്ക് എ ഗ്രൂപ്പ് ഓഫ് 10. സെയിം ഇത് തന്നെ നോക്കി. അതിന് കുറച്ച് സ്നേക്സിന്റെ പടം എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, ഈ ബോക്സിൽ എഴുതുക. മിസ് കൗണ്ട് ചെയ്തു, 11 ഉണ്ട്. ഇനി അത് 10 എണ്ണം ഗ്രൂപ്പ് ചെയ്തേ, 10 എണ്ണം ഉൾക്കൊള്ളിക്കുന്ന ഒരു വട്ടം വരച്ചു കൊടുത്തേ. ഇനി ടെൻസും വൺസും ഒന്ന് എഴുതി നോക്കിയേ. 10 എന്താണ്, 10ന് താഴെ 1 എഴുതുക, വൺസിന് താഴെയും 1 എഴുതുക. ഇനിയോ അടുത്ത കുറച്ച് കത്രിക, സിസേഴ്സിന്റെ ഫിഗർ ആണ്. നോക്കിക്കേ എത്ര എണ്ണം ഉണ്ട് ഒന്ന് കൗണ്ട് ചെയ്തേ. 16 ഉണ്ട്. സോ അവിടെ 16 എന്ന് എഴുതുക, ഗ്രൂപ്പ് ചെയ്യുക, ടെൻസും വൺസും ഫില്ല് ചെയ്യുക. 16ല് വൺസിന് താഴെ ഏതാ എഴുതേണ്ടത്, 6 എഴുതണം. ടെൻസിന് താഴെയോ 1 എഴുതണം. ഇനി താഴത്തെ ഈ വെസൽ നോക്കിക്കേ, എത്ര എണ്ണം എണ്ണി നോക്കുക. ടെൻസ് ഗ്രൂപ്പ് ചെയ്യുക, ടെൻസ് 10 എണ്ണം ഉൾക്കൊള്ളിക്കുന്ന ഒരു വട്ടം വരച്ചു കൊടുക്കുക, ടെൻസും വൺസും ഫില്ല് ചെയ്യണം. ഏറ്റവും താഴത്തെ ഫിഗറിൽ ടോട്ടൽ കൗണ്ട് എടുത്ത് ഈ ബോക്സിൽ എഴുതുക. എന്നിട്ട് 10 എണ്ണം ഉൾക്കൊള്ളിക്കുന്ന ഒരു റൗണ്ട് വരയ്ക്കുക, ടെൻസും വൺസും ഫില്ല് ചെയ്യുക. അവസാനത്തെ 2 എണ്ണം എന്തൊക്കെയാന്ന് മിസ് പറഞ്ഞിട്ടില്ല, അതെല്ലാവരും സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. ഇതുവരെയുള്ളതെല്ലാം മിസ് പറഞ്ഞു, അതുപോലെ തന്നെയാണ് അവസാനത്തെ 2 എണ്ണവും ചെയ്യേണ്ടത്. അതുകൊണ്ട് അവസാനത്തെ 2 എണ്ണം നിങ്ങൾ ചെയ്തിട്ട് മിസ്സിന് ഹോംവർക്ക് കിട്ടിയിരണം കേട്ടോ. ഇനി പേജ് നമ്പർ 75 നമ്മൾ പഠിച്ച 10s 11 12 അതൊക്കെ എഴുതാനാണ് അല്ലെ. എല്ലാവരും 10 എന്ന് എഴുതിക്കുക, കംപ്ലീറ്റ് 10 എന്ന് എഴുതുക. 11 കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക, 12 എന്ന് ഫില്ല് ചെയ്യുക. അങ്ങനെ 13 ഉണ്ട്, 14 ഉണ്ട്, 15 16 17 18 19 20. പേജ് നമ്പർ 78 വരെ 20 വരെ എല്ലാവരും എഴുതാനുണ്ട് കേട്ടോ. 90 ആണ് 10 തൊട്ട് 20 വരെ നമ്പേഴ്സ് എല്ലാ ബോക്സിലും എഴുതി കൊടുക്കണം കേട്ടോ. ഇനി ടിക്ക് ദ ഗ്രൂപ്പ് വിത്ത് മോർ ഒബ്ജക്ട്സ്. ഒരുപാട് ഒബ്ജക്ട്സ് ഉള്ള ഏത് ഫിഗർ ആണ് കണ്ടുപിടിച്ച് നമ്മൾ അതിനെ ടിക്ക് ചെയ്യണം. നമുക്കറിയാം, നമുക്ക് അതിന് ഒരുപാട് ഒബ്ജക്ട്സ് ഉള്ളത് ഏതാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പഴങ്ങളും എണ്ണി നോക്കണം അല്ലെ.
ഫസ്റ്റ് ബോക്സ് നോക്കിക്കേ, കുറച്ച് കുടങ്ങളാ അല്ലെ, കുറച്ച് പോട്ട്സിന്റെ ഫിഗർ ആണ്, പോട്ട്സ് ആണ്. അപ്പൊ നോക്കിക്കേ എത്രയുണ്ട്, ആദ്യത്തെ ഫിഗറിൽ എത്ര എണ്ണം ഉണ്ട് നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഉണ്ട്. അപ്പൊ ആ ബോക്സിൽ 14 എന്ന് എഴുതിക്കാൻ തൊട്ട് താഴെ കാണുന്ന ആ മഞ്ഞ ബോക്സിൽ 14 എന്ന് എഴുതുക. ഇനി അതിന് തൊട്ട് സൈഡിലെ ആ പോട്ട്സ് എത്തുന്നുണ്ട് 13 ഉണ്ട്. മിസ് കൗണ്ട് ചെയ്തു, അപ്പൊ 13 എന്ന് കിട്ടി. അപ്പൊ ആ കുഞ്ഞു മഞ്ഞ ബോക്സിൽ 13 എന്ന് എഴുതിക്കേ. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മളിപ്പോ കൗണ്ട് ചെയ്തു. നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ടിക്ക് ദ ഗ്രൂപ്പ് വിത്ത് മോർ ഒബ്ജക്ട്സ്. ഏത് ഗ്രൂപ്പ് ആണോ കൂടുതൽ ഒബ്ജക്റ്റ് ഉള്ളത്, കൂടുതൽ വസ്തുക്കൾ ഉള്ളത്, അതിനെ ടിക്ക് ചെയ്യണം. ഇവിടെ 14 ആണോ 13 ആണോ കൂടുതലുള്ളത്, 14 ആണ് അല്ലെ. അപ്പൊ ആ പോട്ടിന്റെ അവിടെ, ആ ഫിഗറിന്റെ അവിടെ ടിക്ക് കൊടുത്ത് പെൻസിൽ വെച്ച് ടിക്ക് കൊടുക്കണം കേട്ടോ, ശരി കൊടുക്കുക. താഴത്ത് കുറച്ച് ഇലകളുടെ പടമുണ്ട്, തമ്മിൽ കൗണ്ട് ചെയ്യണം. ഫസ്റ്റ് ഈ ബോക്സിൽ 14 നമ്പേഴ്സ് ഉണ്ട്, സെക്കൻഡ് ബോക്സിൽ 16 ഉണ്ട്. 14 ആണോ 16 ആണോ കൂടുതല്, നമുക്കറിയാം 16 ആണ് അല്ലെ. അപ്പൊ 16 അവിടെ ടിക്ക് ചെയ്യുക. ആ ബോക്സിൽ എഴുതണം കേട്ടോ, 14 എന്ന് എഴുതണം, 16 എന്ന് എഴുതണം. 16 ഉള്ള ആ ഇലകളുള്ള ആ ഫിഗറിൽ അവിടെ ടിക്ക് കൊടുക്കണം. ഇനി താഴത്ത് കുറച്ച് ബോൾസിന്റെ ഫിഗേഴ്സ് ഉണ്ട്, കണ്ടില്ലേ എത്ര ബോൾസ് ഉണ്ട്, ഈ രണ്ട് ഫിഗേഴ്സിൽ എത്ര ബോൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. ഫസ്റ്റ് ബോക്സിൽ 15 ഉണ്ട്, 15 എന്ന് എഴുതണം. സെക്കൻഡ് ബോക്സിൽ 11 ഉണ്ട്. അപ്പൊ നമുക്കറിയാം 15 ആണോ 11 ആണോ കൂടുതൽ, 15 ആണ്. സോ അവിടെ 15 എന്ന ആ ബോൾസ് ഉള്ള ആ ബോക്സിൽ ടിക്ക് ചെയ്യണം. ഇനി താഴത്ത് കുറച്ച് മാംഗോസ് ഉണ്ട്, എത്ര എണ്ണം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ആദ്യത്തെ ബോക്സിൽ 17 ഉണ്ട്, സെക്കൻഡ് ബോക്സിൽ 19 ഉണ്ട്. അപ്പൊ 17 ആണോ 19 ആണോ കൂടുതല്, 19 ആണ്. സോ എല്ലാവരും 19 അവിടെ ടിക്ക് ചെയ്യണം. ഓക്കെ, എല്ലാരും ചെയ്യലോ, എളുപ്പല്ലേ, മനസ്സിലായില്ലേ. അപ്പൊ ഇതുവരെയുള്ള എല്ലാ പേജ് നമ്പർ 79 വരെ എന്നാ എവിടെ തുടങ്ങാണ്, പേജ് നമ്പർ 71 തൊട്ട് പേജ് നമ്പർ 79 വരെയുള്ള എല്ലാ വർക്ക്സും ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത് സ്വന്തമായിട്ട് മനസ്സിലാക്കി ചെയ്ത് മിസ്സിന് ഹോംവർക്ക് അയക്കുമല്ലോ. ഇനി വോയിസ് അയക്കാൻ 10 തൊട്ട് 20 വരെയുള്ള സ്പെല്ലിംഗ് പഠിച്ച് അയക്കാനുള്ളവരും ഉണ്ട് കേട്ടോ, അവര് വോയിസ് അയക്കണം. എന്നിട്ട് ഈ വർക്ക്സും ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ഇട്ട് തരണം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മനസ്സിലായില്ലെങ്കിൽ മിസ്സിനെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്.